ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശീല എന്ന് പറയുന്നത് ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിംഗ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസെഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474 245 3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475 222 4088. മൊബൈൽ 9447 255 870, 9447 255 871. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ.
പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ് പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്ത. പത്തനാപുരത്ത് പ്രതിഷേധ മാമാങ്കം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ MLA KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. ഗോത്രസാരഥി വഴിമുട്ടി. അധ്യയനം തുടങ്ങിയിട്ടും സ്കൂളിൽ പോകാനാകാതെ വെള്ളം തെറ്റി ആദിവാസി ഊരിലെ കുരുന്നുകൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ട്രൈബൽ ഓഫീസറെ ABVP ഉപരോധിച്ചു. ആര്യങ്കാവ് ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ ലോറികളുടെ അനധികൃത പാർക്കിംഗ് അപകട ഭീഷണി ഉയർത്തുന്നു. പുന്നലയിൽ മധ്യവയസ്കനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മേലില സ്വദേശി സത്യശിവൻ. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ മധ്യപ്രദേശിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പത്തനാപുരത്തും പ്രതിഷേധം വ്യാപകം. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പത്തനാപുരം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത്. നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. സംഘപരിവാർ സംഘടനകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യമുയർത്തിയാണ് പ്രകടനം നടത്തിയത്. KSU മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് M സാജു ഖാൻ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് ഖാൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് ഫാറൂഖ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് നിലനിന്നിരുന്ന ശാന്തിയും സമാധാനവും ഇന്ന് തകർക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 60 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു കാഴ്ചയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇവിടെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും വേർതിരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വിടുകയും അതേപോലെ തീവ്രമായ ഹിന്ദുത്വ പ്രചരണം നടത്തുന്ന ആളുകളെ ഒരേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാക്കുകയും അതുപോലെ തന്നെ BJPയുടെ മുഖമെന്ന് പറയുന്നത് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുള്ള സമയത്താണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഹുനേസ് PMB സാഹിബ്, അജിത് ചെളുക്കുഴി, പുന്നല ഷൈജു, ആഷിഖ് പള്ളിമുക്ക് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം MLA KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച് BJP പ്രവർത്തകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചത്. BJP പ്രവർത്തകർ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ MLAയുടെ കോലം കത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിയമസഭയിലെ പ്രസംഗത്തിനിടെ ഗണേഷ് കുമാർ രാക്ഷസൻ എന്ന് വിളിച്ച് അപമാനിച്ചതിനെതിരെയായിരുന്നു BJPയുടെ പ്രതിഷേധം. BJP പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് കോലവും കത്തിച്ചു. ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടയുകയായിരുന്നു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് വില്ലൂർ സന്തോഷ്, BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി അജി ശേഖർ,
നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സുജി കവലയിൽ, കറവൂർ കണ്ണൻ, ഹരീഷ് പട്ടാഴി, രമേശ് മേലില, സതീഷ് മഞ്ചളൂർ, ജെ രമേശൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവ് സെയിൽസ് ടാക്സ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ അപകടത്തിൽപ്പെട്ട കച്ച് ലോറി ഗതാഗത സ്തംഭനമുണ്ടാക്കുന്നു. ലോറി 3 മാസം മുമ്പാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഇതുവരെയും നീക്കം ചെയ്യാൻ നടപടി ഉണ്ടായിട്ടില്ല. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ റെയിൽവേ പാലത്തോട് ചേർന്നാണ് അപകടത്തിൽപ്പെട്ട ലോറി കിടക്കുന്നത്. ഇത് അപകടങ്ങൾക്കും ഗതാഗത തടസ്സങ്ങൾക്കും ഇടയാക്കുന്നു. നിരവധി വാഹനങ്ങളാണ് ഇതുമൂലം അപകടത്തിൽപ്പെടുന്നത്. ലോറി റോഡിൽ നിന്ന് മാറ്റിയിടാൻ പോലും ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ലോറി ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് മാറ്റാൻ ശ്രമം നടന്നെങ്കിലും സ്ഥലമുടമ ഇതിനെ അനുവദിച്ചില്ല. ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. ഗോത്രസാരഥി പദ്ധതി അട്ടിമറിക്കപ്പെട്ടതോടെ അധ്യയനം തുടങ്ങിയിട്ടും സ്കൂളിൽ പോകാൻ കഴിയാതെ ആദിവാസി കുരുന്നുകൾ. പത്തനാപുരം വെള്ളം തെറ്റിയിലാണ് ആദിവാസി കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. അധ്യയന വർഷം ആരംഭിച്ചിട്ടും സ്കൂളിൽ പോകാനാകാതെ 10ഓളം വനവാസി കുട്ടികൾ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേ വെള്ളം തെറ്റി ആദിവാസി കോളനിയിലെ കുട്ടികളാണ് പട്ടികവർഗ വകുപ്പിന്റെ അനാസ്ഥയിൽ പഠനം നഷ്ടപ്പെട്ട് ഊരുകളിൽ കഴിയുന്നത്. വാഹന സൗകര്യമില്ലാത്ത ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രസാരഥി. സ്കൂൾ തുറന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജില്ലയിലെ ഒരു സ്കൂളിലും ഇതുവരെ പദ്ധതിക്കായി പട്ടികവർഗ വകുപ്പ് അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ല. ഇനി സ്കൂളുകളിൽ നിന്ന് അപേക്ഷയും വാഹന ഉടമകളിൽ നിന്ന് ടെൻഡറും ക്ഷണിച്ച് പദ്ധതി നടപ്പാക്കി വരുമ്പോഴേക്കും ആഗസ്റ്റ് മാസമെങ്കിലും ആകുമെന്നാണ് കണക്കാക്കുന്നത്. ട്രൈബലുകാർ പറയുന്നത് എങ്ങനെ, ഇപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന പിള്ളേർ 2-3 എണ്ണം ഉണ്ട്. അവർ പൈസ കൊടുക്കുന്നില്ല. അങ്ങനെ പിള്ളേരെ കൊണ്ടുപോകുകയാണെങ്കിൽ വണ്ടി വിട്ട് തരത്തില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം പഠിക്കുന്നത് 13 പിള്ളേരുണ്ട്. ട്രൈബലുകാർ വണ്ടി വിട്ട് തരാത്തതുകൊണ്ട് പിള്ളേർ സ്കൂളിൽ പോകുന്നില്ല. അതേയുള്ള പ്രശ്നം. ഞങ്ങൾക്ക് പിന്നെ കയ്യിൽ പൈസ ഇല്ല. അവർക്ക് ഫീസ് കൊടുക്കാനൊക്കെ ഉണ്ട്. മാസം തോറും ഫീസ് കൊടുക്കാനൊക്കെ കൊണ്ട് ഞങ്ങൾ ഒരു നിവൃത്തിയില്ല. 2 വർഷത്തിന് ഈ ഇതിനു മുമ്പേ ഞങ്ങൾക്ക് വണ്ടി വിട്ട് തരുമായിരുന്നു. ഈ പ്രാവശ്യം അവർ വണ്ടി വിട്ട് തരത്തില്ല, വണ്ടി വിടുന്നില്ല. പ്രൊമോട്ടറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല, ഓഫീസറിനെ വിളിച്ചാൽ കിട്ടുന്നില്ല. പട്ടികവർഗ വകുപ്പിൽ നിന്നും ഇതുവരെ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പാടം ഗവൺമെന്റ് LP സ്കൂൾ അധികൃതരും പറയുന്നു. കിഴക്കേ വെള്ളം തെറ്റിയിൽ നിന്നും 15 കുട്ടികളാണ് കഴിഞ്ഞ അധ്യയന വർഷം വരെ മുടങ്ങാതെ സ്കൂളിൽ എത്തിയിരുന്നത്. വനത്തിലൂടെ 6 കിലോമീറ്റർ കാൽനടയാത്ര ചെയ്തു വേണം പാടം ഗവൺമെന്റ് LP സ്കൂളിൽ എത്താൻ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ പതിവായതിനാൽ ഊരുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. അതിനാൽ കുട്ടികളെ കാൽനടയാത്രയായി കിലോമീറ്ററുകൾ താണ്ടി സ്കൂളിൽ എത്തിക്കുവാനും കഴിയുന്നില്ല. കഴിഞ്ഞ അധ്യയന വർഷത്തെ 2 മാസത്തെ കുടിശ്ശികയും വാഹന ഉടമകൾക്ക് നൽകാനുണ്ട്. പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിക്കാതെ പദ്ധതി ആരംഭിച്ചാൽ വാഹനത്തിന്റെ വാടക പണം സ്കൂൾ അധികൃതർ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരും. വനവാസി കുട്ടികൾക്ക് ഏറെ പ്രയോജനം ചെയ്തിരുന്ന പദ്ധതിയാണ് താളം തെറ്റിയത്. ഞാൻ കിഴക്കവെള്ളത്തിൽ ഒരു മൂപ്പനാണ്. ഞാൻ റവന്യൂ ഓഫീസറെ വിളിക്കുന്നുണ്ട്. ഈ സ്കൂൾ ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞ് ആദ്യം വന്ന് പറഞ്ഞ് ഡ്രൈവർ പറഞ്ഞു ഇവിടെ ഞാൻ ഓട്ടം പോകത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാരണമെന്ന് പറഞ്ഞാൽ ട്രയൽ ചെയ്ത് പൈസ കിട്ടിയിട്ടില്ല, 3 മാസത്തെ പൈസ കിട്ടാറുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെയും ഈ കുട്ടികളെ ഒന്ന് രക്ഷപ്പെടുത്തി ഇവിടുന്ന് ഈ ആനക്കാട്ടിൽ നിന്ന് കൊണ്ടുപോകാനും വരാനും ആ വണ്ടി തടസ്സമില്ലാതെ എനിക്ക് വണ്ടി വിട്ടു തരണമെന്നുള്ള ആഗ്രഹം. പദ്ധതി അട്ടിമറിക്കുന്നതിന് പിന്നിൽ പട്ടികവർഗ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന ആക്ഷേപവും ശക്തമാണ്.
മെയ് മാസത്തിൽ തന്നെ അപേക്ഷ ക്ഷണിച്ച് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നടപ്പാക്കേണ്ട പദ്ധതിയാണ് തുലാസിൽ എത്തി നിൽക്കുന്നത്. വനം സംരക്ഷണ സമിതി നൽകിയ പഠനോപകരണങ്ങളുമായി സ്കൂളിൽ പോകാനായി വാഹനവും കാത്തിരിക്കുകയാണ് ഊരിലെ കുട്ടികൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വനവാസി കോളനിയിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ട സൌകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് ABVP പ്രവർത്തകർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറെ ഉപരോധിച്ചു. ABVP സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ VS വിഷ്ണു, കൊട്ടാരക്കര നഗർ കൺവീനർ വിഘ്നേഷ്, സംസ്ഥാന സമിതി അംഗം ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ പുനലൂർ അസിസ്റ്റന്റ് ട്രൈബൽ ഓഫീസർ G രാധാകൃഷ്ണനെ ഉപരോധിച്ചു. ABVPയുടെ പ്രതിഷേധത്തെ തുടർന്ന് തിങ്കളാഴ്ച മുതൽ കുട്ടികൾക്ക് യാത്രാ സംവിധാനം ഒരുക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. തിങ്കളാഴ്ച മുതൽ ഗോത്രസാരഥി സംവിധാനം ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ABVP സമരമുഖത്തിറങ്ങുമെന്ന് ABVP സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പർ VS വിഷ്ണു അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ഇവർക്ക് ഈ വാഹന സൗകര്യം ലഭ്യമായില്ലെങ്കിൽ ABVP വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ഇത്തരത്തിലുള്ള ഓഫീസർമാരുടെ അനീതിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമെന്നും. ലൈവ് വാർത്ത, പുനലൂർ. ആര്യങ്കാവ് ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ ലോറികളുടെ അനധികൃത പാർക്കിംഗ് അപകട ഭീഷണി ഉയർത്തുന്നു. പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ്. സ്കൂളിന് മുന്നിലുള്ള നോ പാർക്കിംഗ് ബോർഡ് വളച്ചുവച്ച ശേഷമാണ് ലോറികൾ ഇവിടെ അനധികൃത പാർക്കിംഗ് നടത്തുന്നത്. സ്കൂളിന് മുന്നിൽ ലോറികൾ പാർക്ക് ചെയ്യുന്നതിനാൽ സ്കൂൾ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇത് വലിയ അപകടങ്ങൾക്കും കാരണമാകുന്നു. ബന്ധപ്പെട്ടവർ സ്കൂൾ PTAക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. പോലീസ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുന്നലയിൽ മധ്യവയസ്കനെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേലില സ്വദേശി സത്യശിവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മധ്യവയസ്കനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുന്നല അലിമുക്കുപാതയിൽ അമ്പലം ജംഗ്ഷന് സമീപമുള്ള ലൈബ്രറിക്ക് മുന്നിലാണ് 62-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മേലില വെല്ലൂർ ദീപാഭവനിൽ സത്യശിവനാണ് മരണപ്പെട്ടത്. പുന്നലയിലെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു സത്യശിവൻ. വീടുമായി അകന്നു കഴിയുന്ന ഇയാൾ കഴിഞ്ഞ 2 വർഷമായി പുന്നലയിൽ ജോലി ചെയ്തു വരികയാണ്. നാട്ടുകാരാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഞാൻ രാവിലെ 4:30 ഇതിലെ പോകുന്ന ഷാപ്പിംഗ് എന്നെ തോട്ടത്തിൽ കൊണ്ടുവിടാൻ പോകുന്ന സമയത്താണ് ഈ വ്യക്തിയെ കണ്ടത്. ഉടൻ തന്നെ പത്തനാപുരം സബ് ഇൻസ്പെക്ടർ മനാഫ് സാറിനെ വിളിച്ച് വിവരം അറിയിക്കുകയും പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ എല്ലാവരും ഇവിടെ എത്തുകയും പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പർമാരും ജനപ്രതിനിധികളും തുടങ്ങിയവർ ഈ ബോഡി വന്ന് കാണുകയും വീട്ടുകാരെ അറിയിക്കുകയും ഉടൻ തന്നെ പത്തനാപുരം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മരണത്തിൽ ദുരൂഹതയില്ലാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഉഷയാണ് ഭാര്യ, ദീപ മകളാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ്, പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9
1454 960-515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നും സർവീസുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ്. വെട്ടിക്കുറച്ച സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ് ഉൾപ്പെടെ രംഗത്ത് വന്നു കഴിഞ്ഞു. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്ന് നിലവിൽ 16 സർവീസുകളാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. ഇത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു. കിഴക്കൻ മേഖലയിൽ യാത്രാക്ലേശവും രൂക്ഷമാണെന്ന് CPI മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ് ആരോപിച്ചു. പുനലൂര് KSRTC ഡിപ്പോ കേന്ദ്രം പ്രവർത്തിക്കുന്നത് പുനലൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളായി കിടക്കുന്ന മലയോര പ്രദേശത്താണ് ഡിപ്പോ പ്രവർത്തിക്കുന്നത്. ആ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ കൂടുതലും KSRTC ബസ്സുകളെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ആ ഗവൺമെന്റ് തലത്തിൽ ഉണ്ടായ KSRTCയെ ലാഭത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സർവീസുകളെല്ലാം ക്രമപ്പെടുത്തിയതിന്റെ ഫലമായി ഏതാണ്ട് 20ഓളം സർവീസുകൾ ഈ മേഖലയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ പുനലൂരിലുള്ളത്. പുനലൂരിൽ ഏതാണ്ട് 63 ഡ്രൈവർമാരുടെയും 27 കണ്ടക്ടർമാരുടെയും ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ഒഴിവുകളുള്ളതുകൊണ്ട് ഈ മേഖലയിലുള്ള സർവീസുകളെല്ലാം നിർത്തലാക്കി A പൂൾ B പൂൾ എന്നുള്ള സംവിധാനം ഒരുക്കി ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് ചെയിൻ സർവീസ് നടത്തുകയാണ് ഇപ്പോൾ KSRTC നടത്തിക്കൊണ്ടിരിക്കുന്നത്. KSRTCയെ ലാഭകരമാക്കാൻ ഉള്ള പ്രവർത്തനത്തിൽ ഞങ്ങളാരും എതിരല്ല. KSRTC അതിന്റെ നിലവാരം ഉയരണം, മെച്ചപ്പെട്ട നിലയിൽ അത് പ്രവർത്തിക്കണം. എല്ലാ തരത്തിലും KSRTCയെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരന് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിൽ വരുന്ന കുറവ് പരിഹരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ആവശ്യപ്പെടുന്നു. KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശാനുസരണം A പൂൾ B പൂൾ എന്നിങ്ങനെ തരംതിരിച്ച് സർവീസുകൾ നടത്താനാണ് നീക്കം നടക്കുന്നത്. ഗ്രാമീണ മേഖലകളിലേക്കുള്ള സർവീസുകളാണ് KSRTC വെട്ടിക്കുറച്ചിട്ടുള്ളത്. വർഷങ്ങളായി സർവീസ് നടത്തിയിരുന്ന കുമരംകുടി, ചെമ്പനരുവി, കമുകുഞ്ചേരി, നരിക്കൽ, വിളക്കുപാറ, ആനവട്ടക്കോങ്കൽ, ആയിരനെല്ലൂർ, കടയ്ക്കൽ ഭാഗങ്ങളിലേക്കുള്ള സർവീസുകളാണ് KSRTC കഴിഞ്ഞ ദിവസങ്ങളിൽ വെട്ടിക്കുറച്ചത്. ബന്ധപ്പെട്ട അധികാരികൾ പുനലൂർ KSRTC ഡിപ്പോയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് A പൂൾ B പൂൾ സർവീസുകൾ തടഞ്ഞുകൊണ്ട് ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C. അജയപ്രസാദ് അറിയിച്ചു. ഈ പുനലൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലെ മലയോര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെ യാത്രയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നിലവിൽ ആ മേഖലകളിലേക്കുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം KSRTCയുടെ ഉന്നത അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത പക്ഷം ഈ മേഖലയിലെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് A പൂൾ B പൂൾ എന്ന വിഭാവനം ചെയ്തിട്ടുള്ള ആ വഴിക്ക് വിടുന്ന വാഹനങ്ങളടക്കം തടഞ്ഞുകൊണ്ട് യാത്രക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് പോകണം എന്നുള്ള നിലയിലാണ് ആലോചിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഷ്ടമംഗലം തരങ്കിണി ക്ലബിന്റെ നേതൃത്വത്തിൽ മണിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്കറിയാം, ഇത് വിദ്യാഭ്യാസ മേഖല പൊതുവെ നല്ല മെച്ചപ്പെട്ട നിലവാരത്തിലേക്കാണ് സർക്കാർ സ്കൂളുകൾ ഇത് എത്തപ്പെട്ടിരിക്കുന്നത്. പുനലൂർ നഗരസഭയുടെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം അതിൻ്റെ പ്രദേശത്തുള്ള ഇതുപോലെയുള്ള ക്ലബ്ബുകൾ അല്ലെങ്കിൽ ചുറ്റുപാടിലുമുള്ള നല്ലവരായ നാട്ടുകാരുടെ ഒരു വലിയ പിന്തുണയാണ് ഇന്ന് ഈ തരത്തിലുള്ള സർക്കാർ സ്കൂളുകൾക്ക് പൊതുവെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചില സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ നടത്തുന്നവരുമായി സംബന്ധിക്കുവാൻ ഒരു അവസരം ലഭിച്ചു. പുനലൂരിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും ഈ വർഷം പുതിയതായി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്
കഴിഞ്ഞ വർഷം 100 കുട്ടികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം 20-ൽ താഴെയുള്ള കുട്ടികളാണ്. വാർഡ് കൌൺസിലർ സിന്ധു ബൈജു, ക്ലബ് പ്രസിഡന്റ് ജോൺസൺ, രക്ഷാധികാരി ശശിധരൻ പിള്ള, അധ്യാപകൻ ശ്രീ ശങ്കർ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. ഇടമൺ 34 തുമ്പിക്കുന്നത്ത് ശ്രീ ഭദ്രകാളി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയും കലശാഭിഷേകവും ഈ മാസം 18-ന് നടക്കും. ഭദ്രകാളിയും ദുർഗയും അനുഷ്ഠാന ദേവതകളായി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് തുമ്പിക്കുന്നത്ത് ശ്രീ ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്രം. ക്ഷേത്രത്തിലെ 41ാമത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൊങ്കാലയും 41 കലശവും 18-ന് രാവിലെ 7:30 കഴിയെ 7:45-നകമാണ് നടക്കുക. ക്ഷേത്രം മേൽശാന്തി ഗൗതമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക. സിനിമ സീരിയൽ നടി അപർണ പി നായർ പൊങ്കാലയ്ക്ക് ഭദ്രദീപം കൊളുത്തും. പൊങ്കാല ദിനത്തിൽ വിശേഷാൽ ഭഗവതി സേവ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്നിവയും നടക്കും. ലൈവ് വാർത്ത പുനലൂർ. വീണ്ടും പ്രധാനമന്ത്രി. പത്തനാപുരത്ത് പ്രതിഷേധ മാമാങ്കം. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ MLA KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. ഗോത്രസാരഥി വഴിമുട്ടി. അധ്യയനം തുടങ്ങിയിട്ടും സ്കൂളിൽ പോകാനാകാതെ വെള്ളം തെറ്റി ആദിവാസി ഊരിലെ കുരുന്നുകൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് ട്രൈബൽ ഓഫീസറെ ABVP ഉപരോധിച്ചു. ആര്യങ്കാവ് ഗവൺമെന്റ് LP സ്കൂളിന് മുന്നിൽ ലോറികളുടെ അനധികൃത പാർക്കിംഗ് അപകട ഭീഷണി ഉയർത്തുന്നു. പുന്നലയിൽ മധ്യവയസ്കനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് മേലില സ്വദേശി സത്യശിവൻ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.